Today we are going to discuss species concept, genus concept and family concept. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് കൺസെപ്റ്റ് അനുസരിച്ചിട്ട് വാട്ട് ഈസ് സ്പീഷീസ്, വാട്ട് ഈസ് ജീനസ് ആൻഡ് വാട്ട് ഈസ് ഫാമിലി എന്നുള്ളതാണ്. അതിൽ സ്പീഷീസ് കൺസെപ്റ്റാണ് കുറച്ച് കൂടുതൽ കൺസെപ്റ്റുകൾ ഉള്ളത്. ജീനസ് കൺസെപ്റ്റും ഫാമിലി കൺസെപ്റ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. സ്പീഷീസ് കൺസെപ്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് വാട്ട് ഈസ് സ്പീഷീസ് എന്ന് പറയണം. ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ്റെ ബേസിക് യൂണിറ്റ് ആണ് സ്പീഷീസ്, ഓർ ഇറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ കാറ്റഗറി ഓഫ് ടാക്സോണമിക് ഹൈറാർക്കി. ടാക്സോണമിക് ഹൈറാർക്കിൻ്റെ ഫണ്ടമെൻ്റൽ കാറ്റഗറിയാണ്. ഏറ്റവും ബേസിൽ അല്ലെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന ഒരു കാറ്റഗറിയാണ് സ്പീഷീസ് എന്ന് പറഞ്ഞത്. നമ്മൾ ഹൈറാർക്കിയിൽ സ്പീഷീസ്, അതിൻ്റെ മുകളിൽ ജീനസ്, ഫാമിലി അങ്ങനെയാണ് വരുന്നത്. സോ ആ ഹൈറാർക്കിയൽ സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് ആണ്, അതുപോലെ ഫണ്ടമെൻ്റൽ കാറ്റഗറിയാണ്. സ്പീഷീസ് ഉണ്ടെങ്കിൽ മാത്രമേ ജീനസ് ഉണ്ടാവൂ, ജീനസ് ഉണ്ടെങ്കിലേ ഫാമിലി ഉണ്ടാവൂ. സോ ഇതൊരു ബേസിക് യൂണിറ്റ് ആണ്. All species are the product of organic evolution. Evolutionary theory അനുസരിച്ചിട്ട് സ്പീഷീസ് എന്ന് പറയുന്നത് they are the product of organic evolution. ഓർഗാനിക് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് സ്പീഷീസുകളിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വന്നിട്ടാണ് പുതിയ പുതിയ സ്പീഷീസുകൾ ഇവോൾവ് ചെയ്യുന്നത്. സ്പീഷീസ് ക്യാരക്ടേഴ്സ് ആർ നെവർ സ്റ്റാറ്റിക്. They undergo slow and steady changes, eventually leading to their transformation into new species. ഭൂമിയിൽ പുതിയ സ്പീഷീസുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? എക്സിസ്റ്റ് ചെയ്യുന്ന സ്പീഷീസുകളിൽ സ്ലോ ആയിട്ടുള്ള ചേഞ്ചസ് നടക്കും. അതായത് അവരുടെ ക്യാരക്ടേഴ്സ് എന്തല്ല, സ്റ്റാറ്റിക് അല്ല, ഡൈനമിക് ആണ്. സോ സ്ലോ ആൻഡ് സ്റ്റഡി ചേഞ്ചസ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്പീഷീസ് വർഷങ്ങൾ എടുത്തിട്ട് പുതിയ ഒരു സ്പീഷീസായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. സോ നമുക്ക് സ്പീഷീസിന് ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ dynamic group of genetically similar and potentially interbreeding natural population which share a common gene pool and a close common ancestry and are reproductively isolated from other such group. So ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞത് ഡൈനമിക് ഗ്രൂപ്പ് ഓഫ് ജനറ്റിക്കലി സിമിലർ ആൻഡ് പൊട്ടൻഷ്യലി ഇന്റർബ്രീഡിങ് നാച്ചുറൽ പോപ്പുലേഷൻ ആണ്. ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞത് ഒരു ഡൈനമിക് ഗ്രൂപ്പാണ്. അതായത് അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ജനറ്റിക്കലി സിമിലർ ആൻഡ് പൊട്ടൻഷ്യലി ഇൻ്റർബ്രീഡിങ് നാച്ചുറൽ പോപ്പുലേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഒരു സ്പീഷീസിൽ പെട്ട രണ്ട് ഇൻഡിവിജ്വൽസ്, നേരത്തെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഹിബിസ്കസ് റോസാ സൈനൻസിസ് രണ്ട് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് ഹിബിസ്കസ് റോസാ സൈനൻസിസ് സ്പീഷീസിൽ പെടുന്ന രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. ആ രണ്ട് ഇൻഡിവിജ്വൽസ് ഒരു സ്പീഷീസിൽ പെട്ടതുകൊണ്ട് തന്നെ ദേ ക്യാൻ ഫ്രീലി ഇൻ്റർബ്രീഡ്, ഫ്രീ ആയിട്ട് ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പോളിനേഷനും ഫെർട്ടിലൈസേഷനും നടന്നിട്ട് എന്ത് ചെയ്യും, സീഡ്സ് ഫോം ചെയ്യാൻ പറ്റും. സോ ദേ ആർ ജനറ്റിക്കലി സിമിലർ പൊട്ടൻഷ്യലി ഇൻ്റർബ്രീഡിങ് നാച്ചുറൽ പോപ്പുലേഷൻ ആണ് വിച്ച് ഷെയർ എ കോമൺ ജീൻ പൂൾ. ആൻഡ് ഈ രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ ജീൻ പൂൾ എന്ന് പറയുന്നത് കോമൺ ആണ്. അതായത് എത്ര ജീൻസ് ആണോ ഒരു ഇൻഡിവിജ്വലിനുള്ളത് അതേ സെയിം ജീൻസ് ആണ് മറ്റേ ഇൻഡിവിജ്വൽസിനും ഉണ്ടായിരിക്കുക. മൈന്യൂട്ട് വേരിയേഷൻസ് ഉണ്ടാവും. ഒന്നിൽ ഡോമിനൻറ്റ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഒന്നിൽ റെസസീവ് ക്യാരക്ടേഴ്സ് അങ്ങനെയൊക്കെ വരാം. ആൻഡ് എ ക്ലോസ് കോമൺ ആൻസിസ്ട്രി. ദെൻ ഒരു സ്പീഷീസിൽപ്പെട്ട ഇൻഡിവിജ്വൽസിന് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരിക്കും. ആൻഡ് ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഫ്രം അതർ സച്ച് ഗ്രൂപ്പ്. അപ്പോൾ നമ്മളെ ഹിബിസ്കസ് റോസാ സൈനൻസിസിൻ്റെ ഒരു ഇൻഡിവിജ്വലിന് തൊട്ടപ്പുറത്ത് ഒരു ഇക്സോറ കോക്സീനിയ ഒരു തെച്ചി ഉണ്ടെങ്കിൽ അതുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പോളിനേഷനും ഫെർട്ടിലൈസേഷനും നടത്താൻ പറ്റില്ല. അതാണ് പറഞ്ഞത് ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഫ്രം അതർ സച്ച് ഗ്രൂപ്പ്. ഇക്സോറ കോക്സീനിയ എന്ന് പറയുമ്പോൾ വേറൊരു ജീനസ് ആയി. തൊട്ടപ്പുറത്ത് ഒരു ഹിബിസ്കസ് മ്യൂട്ടാബിലിസ് ഉണ്ടെങ്കിൽ അത് സെയിം ജീനസിൽ വരുന്നതാണ്, ബട്ട് രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവക്ക് തമ്മിൽ, അതായത് ഈ ഹിബിസ്കസ് റോസാ സൈനൻസിസിനും ഹിബിസ്കസ് മ്യൂട്ടാബിലിസിനും തമ്മിൽ എന്ത് നടത്താൻ പറ്റില്ല, പോളിനേഷനും ഫെർട്ടിലൈസേഷനും നടത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഫ്രം അതർ സച്ച് ഗ്രൂപ്പ്സ്. മെമ്പേഴ്സ് ഓഫ് എ സ്പീഷീസ് ഡിഫർ ഫ്രം ഈച്ച് അതർ ഇൻ കളർ, സൈസ് ആൻഡ് സെക്സ്.
ഒരു സ്പീഷീസിൽപ്പെട്ട രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ നമ്മൾ പറഞ്ഞു ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ ഫ്ലവറിൻ്റെ കളർ ഡിഫറെൻ്റ് ആവും. ഇപ്പോൾ ചെമ്പരത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട് വൈറ്റ് ഫ്ലവറും റെഡ് ഫ്ലവറും. സോ കളറിൽ അതേപോലെ സൈസിൽ വലിയ പ്ലാന്റ് ഉണ്ടാവും, അതുപോലെ ചെറിയ പ്ലാന്റ്സും ഉണ്ടാവും. ദെൻ ചില സമയത്ത് സെക്സിൽ ഇപ്പോൾ രണ്ട് ഡയേഷ്യസ് പ്ലാന്റ്സിൻ്റെ കേസിൽ, അതായത് നമ്മുടെ നട്ട്മഗിൻ്റെയൊക്കെ കേസിൽ ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആണ്. രണ്ടും എന്താണ്? മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് ആണ്. സോ അങ്ങനത്തെ മെയിൽ പ്ലാന്റ് ആൻഡ് ഫീമെയിൽ പ്ലാന്റ്. സോ സെക്സിലും ഡിഫറൻസസ് വരാം. സ്പീഷീസ് ആർ ഡിസ്ക്രീറ്റ് ജനറ്റിക്കലി ക്ലോസ്ഡ് സിസ്റ്റം. ഡിസ്ക്രീറ്റ് ജനറ്റിക്കലി ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പീഷീസിലെ ഇൻഡിവിജ്വൽസിന് തമ്മിലാണ് എന്ത് ചെയ്യാൻ പറ്റുക? ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റുക. രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസിന് ഫ്രീലി ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റില്ല. സോ അതിൻ്റെ ജീൻ പൂൾ അല്ലെങ്കിൽ ഒരു സ്പീഷീസിൻ്റെ ജീൻസ് വേറൊരു സ്പീഷീസിൻ്റെ ജീൻസ് ആയിട്ട് ഷെയർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ദേ ആർ ഡിസ്ക്രീറ്റ്, ജനറ്റിക്കലി ക്ലോസ്ഡ് ആണ്. ജനറ്റിക്കലി ദേ ആർ ക്ലോസ്ഡ്. ആൻഡ് ദർ ആർ 4 different types of species concept: typological species concept, nominalistic species concept, biological species concept, and evolutionary or phylogenetic species concept. First one, typological species concept. It is also called the taxonomic species concept or essentialism or essentialistic concept. According to Aristotle, every natural group has an inner essence that make it what it is. That is typological concept. നമ്മൾ what is essentialism എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എസെൻഷ്യലിസത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എസെൻഷ്യലിസ്റ്റിക് സ്പീഷീസ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ടൈപ്പോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. എന്താ എസെൻഷ്യലിസം പറയുന്നത്? എവറി നാച്ചുറൽ ഗ്രൂപ്പ് ഹാസ് ആൻ ഇന്നർ എസെൻസ് ദാറ്റ് മേക്ക് ഇറ്റ് വാട്ട് ഇറ്റ് ഈസ്. അക്കോർഡിംഗ് ടു typological species concept, species are static, immutable, eternal, and ideal, and individual organisms are copies or representatives of ideal types. So species inde characters static aanu, change cheyilla, immutable aanu, mutation sambhavikkilla. അങ്ങനത്തെ ഓർഗാനിസംസ് ആണ് ഒരു സ്പീഷീസിലെ ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് എന്ന് പറഞ്ഞത്. കോപ്പീസ് ആണ്, ജസ്റ്റ് കോപ്പീസ് ആണ്, ഫോട്ടോസ്റ്റാറ്റ് കോപ്പീസ് ആണ്, ഓർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഐഡിയൽ വൺസ്. വേരിയേഷൻസ് among members of species results from imperfection in the copying of ideal types. ഒരു സ്പീഷീസിലെ ഇൻഡിവിജ്വൽസിന് വേരിയേഷൻസ് കാണുന്നുണ്ടെങ്കിൽ അതിൽ കാരണം കോപ്പി ചെയ്യുമ്പോൾ ഉള്ള ഇംപെർഫെക്ഷൻ ആണ് എന്നാണ് ടൈപ്പോളജിക്കൽ കൺസെപ്റ്റ് പറയുന്നത്. സോ individual organisms have no special significance, they are only copies of basic type. So according to typology, individual organismത്തിന് ഒരു സിഗ്നിഫിക്കൻസും ഇല്ല, അവ ഐഡിയൽ ടൈപ്സിൻ്റെ ജസ്റ്റ് ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ്. So every natural group of organism has an invariant, generalized or idealized pattern shared by all members of the group. അങ്ങനെയാണെങ്കിൽ അതിൽ ഓർഗാനിസംസിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞത് ഇൻവേരിയൻ്റ് ആണ്, വേരി ചെയ്യില്ല. ജനറലൈസ്ഡ് ഓർ ഐഡിയലൈസ്ഡ് പാറ്റേൺ ഷെയർഡ് ബൈ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ്. ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും കോമൺ ആയിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയാം. ആൻഡ് എന്തെങ്കിലും വേരിയേഷൻസ് ഒരു സ്പീഷീസിലെ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിന് കാണുകയാണെങ്കിൽ അതിന് കാരണം കോപ്പി ചെയ്യുമ്പോൾ ഉള്ള ഇംപെർഫെക്ഷൻ ആണ് എന്നാണ് ടൈപ്പോളജി പറയുന്നത്. Species were taken as fixed units in nature, determinate in number and characterized by universal types or essence. Each species supposed to have a basic plan which is unchangeable and defined by the properties possessed by all members of the group. ടൈപ്പോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ഗ്രൂപ്പിലെ ഓർഗാനിസംസിന് കോമൺ ആയിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഓർഗാനിസത്തിന് ഒരുപോലെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ ആ ഗ്രൂപ്പിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് കാണുന്നതിന് കാരണം കോപ്പി ചെയ്യുന്ന സമയത്തുള്ള ഇംപെർഫെക്ഷൻ ആണ് എന്ന്.
സോ ടൈപ്പോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞത് വേരിയേഷന് ഒരു റെലവൻസും ഇല്ല. ടൈപ്പോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റിന് വേരിയേഷൻസ് ഒരു ഇംപെർഫെക്ഷൻ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ അക്കോർഡിംഗ് ടു ടുഡേയ്സ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഡാർവിൻ്റെ എവല്യൂഷണറി കൺസെപ്റ്റിന് ശേഷം സ്പീഷീസ് എന്ന് പറഞ്ഞത് ദേ ആർ ഡൈനാമിക്. ദെൻ ക്യാരക്ടേഴ്സിന് സ്ലോ ചേഞ്ചസ് നടന്നിട്ട് ഒരു സ്പീഷീസ് നിന്നാണ് ഒരു പുതിയ സ്പീഷീസ് ഫോം ചെയ്യുന്നതെന്നാണ് എവല്യൂഷണറി തിയറി പറയുന്നത്. പക്ഷെ അത് ടൈപ്പോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വേരിയേഷൻസിന് ഒരു റെലവൻസും അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻസും കൊടുക്കുന്നില്ല ടൈപ്പോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ്. സെക്കൻഡ് വൺ, നോമിനാലിസ്റ്റിക് സ്പീഷീസ് കൺസെപ്റ്റ്. നോമിനാലിസത്തിൽ നിന്നാണ് നോമിനാലിസ്റ്റിക് സ്പീഷീസ് കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. എന്താ നോമിനാലിസം? ഓൺലി ഇൻഡിവിജ്വൽസ് എക്സിസ്റ്റ്, സ്പീഷീസ് ആൻഡ് അതർ ഗ്രൂപ്പിംഗ്സ് are man-made. They are just man-made abstractions. Nominalists believe that nature produces only individuals and nothing more. Naturally individuals മാത്രമേ ഉള്ളൂ. സ്പീഷീസ്, ജീനസ്, ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിംഗ്സ് man-made ആണ്. And now nominalistic species concept is discarded because species are the product of organic evolution. Third species concept, biological species concept. According to biological species concept, species are groups of interbreeding natural populations that are reproductively isolated from other such groups. So species എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് interbreeding natural population ആണ്. അതായത് ഒരു സ്പീഷീസിലെ ഇൻഡിവിജ്വൽസിന് തമ്മിൽ ഫ്രീലി ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഫ്രം അതർ സച്ച് ഗ്രൂപ്പ്സ്. പക്ഷേ രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസിന് ഫ്രീലി ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റില്ല. ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ്. നമ്മൾ ഹിബിസ്കസ് റോസ സൈനൻസിസിൻ്റെ അടുത്ത് ഒരു ഹിബിസ്കസ് മ്യൂട്ടാബിലിസ് ഉണ്ടെങ്കിൽ അതിന് തമ്മിൽ പോളിനേഷനും ഫെർട്ടിലൈസേഷനും നടത്തിയിട്ട് ഒരു ഫെർട്ടൈൽ സീഡ് നോർമൽ കേസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു സ്പീഷീസിൽപ്പെട്ട ഇൻഡിവിജ്വൽസിന് ഫ്രീലി ഇൻ്റർബ്രീഡ് ചെയ്യാം, വേറൊരു സ്പീഷീസിന് അത് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയി വെക്കുകയാണ് ചെയ്യുക. സോ ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഗ്രൂപ്പ് ഓഫ് ഇൻ്റർബ്രീഡിംഗ് നാച്ചുറൽ പോപ്പുലേഷൻ ദാറ്റ് ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഫ്രം അതർ സച്ച് ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയാം. It takes into account morphological, anatomical, physiological, cytological, biochemical, genetical, ecological and ethological features of organisms. നമ്മൾ ഈ ഒരു ബയോളജിക്കൽ ഫീൽഡിൽ നിന്നൊക്കെയുള്ള ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് അവയെ ഒരു സ്പീഷീസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതിലൊക്കെ സിമിലാരിറ്റീസ് കാണിക്കുന്ന ഓർഗാനിസംസ് ആണ് ഒരു സ്പീഷീസ് എന്നുള്ള കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. Biological species form a reproductive community, an ecological unit and a genetic unit. എന്തുകൊണ്ടാ ബയോളജിക്കൽ സ്പീഷീസ് ഒരു റീപ്രൊഡക്റ്റീവ് കമ്മ്യൂണിറ്റി ആണെന്ന് പറയുന്നത്? അതിന് കാരണം ഒരു സ്പീഷീസിൽപ്പെട്ട ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിന് ഫ്രീലി ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റും. സോ ദേ ക്യാൻ റെക്കഗ്നൈസ് ഈച്ച് അതർ ആസ് പൊട്ടൻഷ്യൽ മേറ്റ്സ് ഫോർ റീപ്രൊഡക്ഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ. അതായത് ഒരു സ്പീഷീസിന് തിരിച്ചറിയാൻ പറ്റും അതിൻ്റെ ഇൻഡിവിജ്വൽസിനെ, സോ ദാറ്റ് ദേ ക്യാൻ ഫ്രീലി ഇൻ്റർബ്രീഡ്. സോ അതൊരു റീപ്രൊഡക്റ്റീവ് കമ്മ്യൂണിറ്റിയാണ്. ദെൻ രണ്ടാമത്തത്, ഒരു സ്പീഷീസ് ബയോളജിക്കൽ സ്പീഷീസ് ഇക്കോളജിക്കൽ യൂണിറ്റാന്ന് പറയാൻ കാരണം എന്താ? ഒരു സ്പീഷീസിൽപ്പെട്ട ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിന് ഇൻ്ററാക്റ്റ് ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ് ക്യാൻ ഇൻ്ററാക്റ്റ് വിത്ത് ഈച്ച് അതർ. അതുകൊണ്ടാണ് അതൊരു ഇക്കോളജിക്കൽ യൂണിറ്റ് ആയിട്ട് മാറുന്നത്. ദെൻ എന്തുകൊണ്ടാണ് അതൊരു ജനറ്റിക് യൂണിറ്റാന്ന് പറയുന്നത്? ബിക്കോസ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ് ഹാവ് ക്ലോസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ജീൻ പൂൾ. ഒരു പെർട്ടിക്കുലർ സ്പീഷീസിലെ ഇൻഡിവിജ്വൽസിലുള്ള ജീൻസ് വേറെ സ്പീഷീസുമായിട്ട് എന്ത് ചെയ്യൂല, മിക്സ് ചെയ്യൂല. കാരണം എന്താ? ഫ്രീലി ഇൻ്റർബ്രീഡ് ചെയ്യൂല. അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ജീൻ പൂളിൻ്റെ ഉള്ളിലാണ് സ്പീഷീസിലെ ഇൻഡിവിജ്വൽസ് തമ്മിൽ ഇൻ്റർബ്രീഡ് ചെയ്യുന്നത്. സോ ദേ ആർ ക്ലോസ്ഡ്. ആ ഒരു സ്പീഷീസിന് മാത്രമേ ആ ജീൻസിൻ്റെ മിക്സിങ് നടക്കുള്ളൂ, പുറത്തേക്ക് പോവില്ല. സോ ദേ ആർ ക്ലോസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ജീൻ പൂൾ. ഇപ്പോൾ 8 ക്രോമസോമുള്ള ഒരു
ഇൻഡിവിജ്വൽ 9 ക്രോമസോമുള്ള വേറൊരു ഇൻഡിവിജ്വലായിട്ട് ഇന്റർബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മിക്സിംഗ് ഓഫ് ജീൻസ് നടക്കും. പക്ഷേ ഒരു സ്പീഷീസിൽ പെട്ട 2 ഇൻഡിവിജ്വൽസ് രണ്ടിനും 10 ക്രോമസോമും 100 ജീൻസും ആണെങ്കിൽ അത് ഇന്റർബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൽ 10 ക്രോമസോമും 100 ജീൻസും തന്നെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ക്യാരക്ടേഴ്സിൽ മാത്രം ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ദേ ആർ എ ജനറ്റിക് യൂണിറ്റ് എന്ന് പറയുന്നത്. And main features of biological species concept are main features എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they interbreed between members of same species. Individuals of a speciesന് freely interbreed ചെയ്യാൻ പറ്റും. Reproductive isolation from members of different species. They are reproductively isolated from other species. Then എന്താണ് biological species conceptന്റെ ഒരു demerit? It is good only for sexually reproducing organisms. നമ്മൾ ഈ ഒരു ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ് പറയുന്നത് തന്നെ എന്താ? ഇന്റർബ്രീഡ് ചെയ്യാൻ പറ്റും. ആർക്ക് തമ്മിൽ? ഒരു സ്പീഷീസിലെ ഇൻഡിവിജ്വൽസിന്. ദെൻ വേറെ സ്പീഷീസുമായിട്ട് അതിന് ഇന്റർബ്രീഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നത്. സോ ഇത് ശരിക്കും പക്ക സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ മാത്രമേ നമുക്ക് ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റിൻ്റെ ഒരു ഡീമെറിറ്റ്. രണ്ടാമത്തത്, ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഇവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് ഓർഗാനിസം. ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റിൽ നമ്മൾ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നേ ഇല്ല. ഒരു സ്പീഷീസിൽപ്പെട്ട ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിന് ഒരു കോമൺ ആൻസിസ്റ്റർ വേണമെന്നോ അല്ലെങ്കിൽ ഒരു കോമൺ ആൻസിസ്റ്ററിന് ഇവോൾവ് ചെയ്ത് വന്ന ഡിസെൻഡൻസിനെ അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സിനെ മാത്രമാണ് ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല. സോ എവല്യൂഷണറി ഹിസ്റ്ററി നോക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു ഡീമെറിറ്റ്. നാലാമത്തെ സ്പീഷീസ് കൺസെപ്റ്റ് ആണ് എവല്യൂഷണറി ഓർ ഫൈലോജനറ്റിക് സ്പീഷീസ് കൺസെപ്റ്റ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എവല്യൂഷണറി തിയറി അനുസരിച്ചിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. Species എന്ന് പറഞ്ഞത് is a monophyletic group of organisms with a parental pattern of ancestry and descent. Evolutionary species concept പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഓർഗാനിസത്തിന് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കോമൺ ആൻസിസ്റ്ററിന് ഡെവലപ്പ് ചെയ്ത് വന്ന ഡിസെൻഡൻസ് അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സിനെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക. ജീനസ് കൺസെപ്റ്റ്. നമ്മൾ 4 സ്പീഷീസ് കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വാട്ട് ഈസ് ജീനസ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇറ്റ് ഈസ് എ ടാക്സോണമിക് കാറ്റഗറി ദാറ്റ് കൺസിസ്റ്റ്സ് ഓഫ് 1 or more സ്പീഷീസ് ഓഫ് മോണോഫൈലറ്റിക് ഒറിജിൻ. ഒന്നോ അതിൽ കൂടുതലോ സ്പീഷീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടാക്സോണമിക് കാറ്റഗറിയാണ് ജീനസ്. ആൻഡ് ദ പൊസിഷൻ ഓഫ് ദി ടാക്സോണമിക് കാറ്റഗറി in taxonomic hierarchy is just above the species. സ്പീഷീസിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മൾ ജീനസ് കാണുക. ആൻഡ് ഒരു ജീനസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്പീഷീസ് മോണോഫൈലറ്റിക് ഒറിജിൻ ആവണം. മോണോഫൈലറ്റിക് ഒറിജിൻ എന്ന് പറയുമ്പോൾ അവക്ക് കോമൺ ആയിട്ട് ഒരു ആൻസിസ്റ്റർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള സ്പീഷീസ് ആണ് ഒരു ജീനസിൽ ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് എക്സാമ്പിൾ ഫോർ എ ജീനസ് ഇസ് Oryza, Hibiscus, Annona, etc. To recognize a genus, 4 criteria is needed. First one, genus should be a phylogenetic unit. ഒരു ജീനസ് എന്തായിരിക്കണം? ഫൈലോജനറ്റിക് യൂണിറ്റ് ആയിരിക്കണം. എങ്ങനെയാ ഒരു ജീനസ് ഫൈലോജനറ്റിക് യൂണിറ്റ് ആവുക? കോൺസ്റ്റിറ്റ്യൂവൻറ്റ് സ്പീഷീസ് മസ്റ്റ് ബി മോണോഫൈലറ്റിക്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്പീഷീസിന് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, ജീനസ് മസ്റ്റ് ബി ആൻ ഇക്കോളജിക്കൽ യൂണിറ്റ്. ഒരു ജീനസ് മസ്റ്റ് ബി ആൻ ഇക്കോളജിക്കൽ യൂണിറ്റ് ആയിരിക്കണം, വിച്ച് മീൻസ് ഓൾ സ്പീഷീസ് ഓഫ് എ ജീനസ് ഷുഡ് എക്സിബിറ്റ് സിമിലർ അഡാപ്റ്റേഷൻ ഫോർ എ പെർട്ടിക്കുലർ മോഡ് ഓഫ് ലൈഫ്. ഒരു പെർട്ടിക്കുലർ മോഡ് ഓഫ് ലൈഫിന് വേണ്ടിയിട്ട് ഒരു ജീനസിലെ മുഴുവൻ സ്പീഷീസിനും സിമിലർ ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് വേണം. ഫോർ എക്സാമ്പിൾ, ജീനസ് യൂട്രിക്കുലേറിയ ഇൻക്ലൂഡ്സ് about 250 species. All of them are insectivorous and grow in nitrogen deficient soil. 250ഓളം സ്പീഷീസ് ഉള്ള ഒരു ജീനസ് ആണ് യൂട്രിക്കുലേറിയ. ആൻഡ് ഈ യൂട്രിക്കുലേറിയ ജീനസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മുഴുവൻ സ്പീഷീസും ഇൻസെക്റ്റിവോറസ് ആണ്, അതുപോലെ തന്നെ
നൈട്രജൻ ഡെഫിഷ്യൻ സോയിലാണ് അത് ഗ്രോ ചെയ്യാം. സോ അതാണ് ഒരു ഇക്കോളജിക്കൽ യൂണിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീനസ് ഷുഡ് ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റീവ് നിച്ച് ഓർ അഡാപ്റ്റീവ് സോൺ ഓഫ് ഇറ്റ്സ് ഓൺ. ഒരു ജീനസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്പീഷീസിന് മൊത്തം എന്ത് വേണം? ഒരു പെർട്ടിക്കുലർ അഡാപ്റ്റീവ് സോൺ വേണം. A genus must be sufficiently different from other genera and could be separated from them by distinct discontinuous variation. രണ്ട് ജീനസുകൾ തമ്മിൽ നല്ല ഡിഫറൻസസ് വേണം. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റണം ഇത് രണ്ട് ഡിഫറെൻറ്റ് ജീനസിൽ പെട്ടതാണ് എന്നുള്ളത്. അതാണ് നാലാമത്തെ കൺസെപ്റ്റ്. ആൻഡ് ലാസ്റ്റ്, വാട്ട് ഈസ് ഫാമിലി? It is a taxonomic category consists of one or more genus of monophyletic origin. ഒന്നോ അതിൽ കൂടുതലോ ജീനസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടാക്സോണമിക് കാറ്റഗറിയാണ്. ആൻഡ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ജീനസ് എന്തായിരിക്കണം? മോണോഫൈലറ്റിക് ഒറിജിൻ ആയിരിക്കണം. ആൻഡ് ദ പൊസിഷൻ ഓഫ് ദസ് ഫാമിലി ഈസ് ജസ്റ്റ് എബവ് ജീനസ്. സോ ഏറ്റവും താഴെ സ്പീഷീസ്, അതിന് മുകളിൽ ജീനസ്, ദെൻ ഫാമിലിയാണ്. സോ ഇറ്റ്സ് പൊസിഷൻ is higher than genus in taxonomic hierarchy. And example for family is Malvaceae, Annunaceae, Rutaceae, Mimosaceae, etc. Family having one genus called a monotypic family. ഒരു ഫാമിലിയിൽ ഒരു ജീനസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ മോണോടിപ്പിക് ഫാമിലി എന്നാ പറയാം. എക്സാമ്പിൾ കാനേസി. കാനേസി ഫാമിലിയിൽ ഒരൊറ്റ ജീനസേ ഉള്ളൂ, കാന. അതുപോലെ തന്നെ മോണോടിപ്പിക് ജീനസ് ഉണ്ട് കേട്ടോ. മോണോടിപ്പിക് ജീനസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസ് മാത്രമേ ഒരു ജീനസിലുള്ളൂ എങ്കിൽ അതിനെയാണ് മോണോടിപ്പിക് ജീനസ് എന്ന് പറയാം. To recognize a family, 3 criteria is needed. Family should be a phylogenetic unit. Constituent genus must be monophyletic. ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരു ഫൈലോജനറ്റിക് യൂണിറ്റ് ആണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ജീനസ് must be monophyletic. Family must be an ecological unit. നമ്മൾ നേരത്തെ ജീനസിൽ പറഞ്ഞു genus must be an ecological unit. അതുപോലെ family must be an ecological unit. മൂന്നാമത്തേത്, a family must be sufficiently different from other families and could be separated from them by distinct discontinuous variation. ഒരു ഫാമിലി വേറൊരു ഫാമിലിയിൽ നിന്ന് sufficiently different ആയിരിക്കണം. അതുപോലെ തന്നെ it could be separated from them by distinct discontinuous variation. Distinct discontinuous variation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലാപ്പിംഗ് ക്യാരക്ടേഴ്സ് ഒന്നും ഉണ്ടായിരിക്കരുത്. അതായത് ഒരു ഫാമിലിയിൽ കാണുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുക, വേറൊരു ഫാമിലിയിൽ കാണാം. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ജീനസിൽ കാണുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് വേറൊരു ജീനസിൽ കാണാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ആ ജീനസുകളെയോ അല്ലെങ്കിൽ ഫാമിലികളെയോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് ഡിസ്റ്റിങ്ക്റ്റ് ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻ എന്ന് പറയാം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വാട്ട് ഈസ് സ്പീഷീസ്, വാട്ട് ഈസ് ജീനസ്, വാട്ട് ഈസ് ഫാമിലി. ദെൻ സ്പീഷീസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സും പറഞ്ഞു. താങ്ക് യു.